وبركاته. الحمد لله رب العالمين. الحمد لله بنعمته تتم الصالحات. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا. سبحان الله وبحمده بكرة وأصيلا. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ പടച്ചതമ്പുരാന്റെ അനുഗ്രഹത്താൽ ഒരു മാസം നീണ്ടുനിന്ന റമളാൻ നോമ്പിന് ശേഷം അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇസ്ലാം നിയമമാക്കിയിട്ടുള്ള രണ്ട് ആഘോഷ ദിനങ്ങൾ, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഈദുൽ ഫിത്ർ റമളാൻ നോമ്പിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം നാം നമ്മെ പ്രത്യേകമായി പരിശീലിപ്പിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയായിരുന്നു. ആത്മപരിശോധന നടത്തുകയായിരുന്നു. വീഴ്ചകൾ തിരുത്തുകയായിരുന്നു. വന്നുപോയ പോരായ്മകൾ റബ്ബിന്റെ മുമ്പിൽ തുറന്ന് സമ്മതിച്ചു ഭാവിയിൽ ആവർത്തിക്കുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയായിരുന്നു. പുതിയ മനുഷ്യരായിക്കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുചേരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോ അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ ചോദിക്കും, അല്ലാഹുവേ, നിന്റെ അടിമകൾ അവരൊരു മാസക്കാലം നിനക്ക് വേണ്ടി നോമ്പെടുത്തു പ്രാർത്ഥിച്ചു ജീവിതത്തെ ആത്മപരിശോധന നടത്തി തിരുത്തേണ്ടത് തിരുത്തി അവരിതാ നിന്നെ മഹത്വപ്പെടുത്തി ഒരുമിച്ചു കൂടിയിരിക്കുകയാണ്. എന്താണ് അവരുടെ പ്രതിഫലം? അല്ലാഹു പറയും, അവരുടെ പ്രതിഫലം എന്റെ വിശാലമായ സ്വർഗമാണ്. പടച്ചതമ്പുരാൻ നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ.
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു, അല്ലാഹുവാണ് ഏറ്റവും മഹാൻ. അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അവന്റെ താൽപര്യമാണ് എന്റെ താൽപര്യങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്നത്. അല്ലാഹുവിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി എന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ദേഹേച്ഛക്ക് ഞാൻ കടിഞ്ഞാനിട്ടിരിക്കുന്നു. നിന്റെ താൽപര്യങ്ങൾക്കപ്പുറത്ത് എന്റെ ഇച്ഛകൾ കടന്നു പോകരുത്. അല്ലാഹുവിന്റെ ഇച്ഛയും എന്റെ ഇച്ഛയും ഒന്നായി ചേരണം, അതൊന്നായി മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ, ആ മാതൃകകൾ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ, അവിടെയൊക്കെ അത് സമരസപ്പെട്ടു പോവുക, അതൊന്നിച്ചായി തീരുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജീതു ബിഹി. നിങ്ങളിൽ നിന്നൊരാൾ മുഅ്മിനായി തീരുകയില്ല അവരുടെ ഇച്ഛ ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നത് വരെ. നമ്മൾ എന്താണോ നമ്മുടെ ദേഹം ആഗ്രഹിക്കുന്നത്, നമ്മുടെ മനസ്സ് ഇച്ഛിക്കുന്നത്, അത് ഈക്വൽ ടു, അത് സമം അല്ലാഹുവിന്റെയും റസൂലിന്റെയും താൽപര്യങ്ങളായി മാറുക. അതാണ് ഈമാൻ. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇച്ഛകളെ കടിഞ്ഞാണിടാറുണ്ട്, ഇച്ഛകൾക്കു നേരെ നമ്മൾ ശകാരം നടത്താറുണ്ട്, നമ്മളെ തന്നെ മര്യാദ പഠിപ്പിക്കാറുണ്ട്. അതുകൂടി മറികടന്ന് ഏറ്റവും ഉയർന്ന പദവിയിൽ എത്തിച്ചേരുന്നത് അല്ലാഹുവിന്റെ താൽപര്യവും നമ്മുടെ താൽപര്യവും അതൊന്നായി മാറുക. നമ്മുടെ ഇച്ഛ തന്നെ ദീനായിട്ട് മാറുക. അതിനുള്ള പരിശീലനമാണ് റമളാനിലൂടെ നാം നേടിയെടുത്തത്. നമ്മെ കടിഞ്ഞാണിട്ട് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ട് അത് വരും ജീവിതത്തിൽ നമുക്ക് നമ്മെ വഴി നടത്തണം. കേവലം റമളാനിന് വേണ്ടിയുള്ള റമളാനല്ല. പടച്ചതമ്പുരാന് നാം വഴിപ്പെട്ട് ജീവിക്കുന്നത് റമളാനിൽ വഴിപ്പെട്ട് ജീവിക്കുക എന്നതല്ല. നാം റമളാനീയങ്ങൾ, റമളാനാകുമ്പോൾ ഒരു നമസ്കാരം, അപ്പോൾ ഒരു ജമാഅത്ത്, അപ്പോൾ ജീവിതത്തിനൊരു നിയന്ത്രണം, അപ്പോൾ സംസാരത്തിനൊരു നിയന്ത്രണം, വാക്കുകൾക്ക് നിയന്ത്രണം, ദേഹേച്ഛകൾക്ക് നിയന്ത്രണം. അവിടെ നിന്നാൽ പോരാ. മറിച്ച് നാം ജീവിതത്തിലുടനീളം റബ്ബാനി, പടച്ചതമ്പുരാന്റെ മാർഗദർശനത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരായി മാറുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നോമ്പിന് ഉപവാസം എന്നൊരർത്ഥമുണ്ട്. ഉപവസിക്കുക എന്ന് പറയുമ്പോ കൂടെ കഴിയുക എന്നതാണ്, സഹവസിക്കുക എന്നതാണ്. നോമ്പിലൂടെ നാം അല്ലാഹുവിന്റെ കൂടെയായിരുന്നു, അല്ലാഹുവിന്റെ മഅയ്യത്ത് ലഭിച്ചവരായിരുന്നു. ആ സഹവാസം നോമ്പിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം നമുക്കുണ്ടായിത്തീരുക. നോമ്പിൽ നാം ഖുർആനിനോടൊപ്പമായിരുന്നു. ഖുർആൻ ആദ്യാവസാനം ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യാത്ത, സാധ്യമാകുന്ന വിധത്തിൽ അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യാത്ത ഹതഭാഗ്യവാന്മാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ മിമ്പറുകൾ അത് നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിരുന്നു.
റമദാൻ നാം നോമ്പെടുക്കുമ്പോ അല്ലാഹു ഖുർആൻ നമുക്ക് നൽകിയതിനുള്ള ഒരു നന്ദി പ്രകാശനം കൂടിയായിരുന്നു. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തവർ ദിനേന ഒരു ജുസ് പാരായണം ചെയ്തിട്ടുണ്ടാകും. വരും നാളുകളിൽ അതങ്ങനെ തന്നെ തുടരാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കഴിയുന്നവർ അതിനാണ് ശ്രമിക്കേണ്ടത്. എന്തായിരുന്നാലും എല്ലാ ദിവസവും ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകണം. നമുക്ക് ഖുർആൻ പാരായണ മാസം അങ്ങനെ ഒരു മാസമില്ല. രാമായണ മാസം പോലെ ഖുർആൻ പാരായണ മാസം, അങ്ങനെ പാരായണത്തിന് വേണ്ടിയുള്ള ഒരു മാസം. പിന്നീട് എന്തുമാകാം എന്നതില്ല. പുണ്യത്തിന് വേണ്ടി മാത്രം പാരായണം നടത്താനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ. അതൊരു സങ്കീർത്തന പുസ്തകവുമല്ല. ഖുർആനിന്റെ മുഴുവൻ സമരോർജവും ചോർത്തി ആത്മീയോത്സവങ്ങളിൽ ആടിപ്പാടാനുള്ള പാഠ്യപുസ്തകമായിട്ട് ഖുർആനിനെ മാറ്റാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആത്മീയ ഇസ്ലാം എന്നൊക്കെ അവരതിന് പേരിടും. അതേ അവസരത്തിൽ അത് ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാമിക ജീവിതത്തിൽ നിന്ന്, ഖുർആനിൽ നിന്ന് നമ്മൾ അകറ്റുകയാണ് ചെയ്യുന്നത്. ഖുർആൻ നമുക്ക് ഒരു ജീവിതം വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചോ, പ്രപഞ്ചത്തെ സംബന്ധിച്ചോ, നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ചോ അത് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. ആ ഹിദായത്തിന്റെ അടിത്തറയിൽ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നാം മുന്നോട്ട് വരിക. മനുഷ്യരൊക്കെയും ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. മനുഷ്യർ ഒരൊറ്റ ജനതയാണ് എന്ന ഖുർആനിന്റെ മഹത്തായ സന്ദേശം, ജീവിത വീക്ഷണം, ആദർശപരമായ കാഴ്ചപ്പാട്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിത വ്യവസ്ഥിതി, അതാണ് മഹത്തരമായിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈദ് ആഘോഷ ദിനമാണ്, സന്തോഷിക്കാനുള്ള അവസരമാണ്, ബന്ധങ്ങൾ പുതുക്കാനുള്ള അവസരമാണ്, കൂടിച്ചേരാനുള്ള അവസരമാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള അവസരമാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ നെഞ്ചു പിടക്കുകയാണ്. മുസ്ലിം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സയനിസ്റ്റുകളുടെ, സാമ്രാജ്യത്വ ശക്തിയുടെ ഗൂഢാലോചനകളുടെ ഫലമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്രാജ്യത്വ ശക്തി കുറെ നാളുകളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ, മുസ്ലിമീങ്ങളുടെ, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവർക്ക് ജീവിക്കണം. മുസ്ലിമീങ്ങളുടെ, മുസ്ലിം ഉമ്മത്തിന്റെ, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്പത്ത് കൊണ്ടുതന്നെ ഇസ്ലാമിനെ നശിപ്പിക്കണം. ആ ഗൂഢപദ്ധതികളാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിം ലോകത്ത് നിന്ന് വേദനയുളവാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് പടച്ച തമ്പുരാൻ ലോകത്തിനു തന്നെയും നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൈദാ തവല്ല സഅഫിൽ അർളി യുഫ്സിദ ഫീഹാ വയുഹ്ലികൽ അർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അവർക്ക് ഭൂമിയിൽ അധികാരവും ആധിപത്യവും കിട്ടിയാൽ അവര് അവിടെ ഭൂമിയെ നശിപ്പിക്കും, കൃഷിയിടങ്ങൾ തകർക്കും. മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി പടച്ച തമ്പുരാൻ ഒരുക്കി തന്നിട്ടുള്ള ജൈവ ശക്തികളെ, ജൈവ സമ്പത്തിനെ അവർ നശിപ്പിക്കും.
വരും തലമുറയെ നശിപ്പിക്കും, മാനവരാശിയെ നശിപ്പിക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, പടച്ച തമ്പുരാൻ ഫസാദിന് ഇഷ്ടപ്പെടുകയില്ല. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി ഉത്തരം ലഭിക്കുന്ന ഈ സന്ദർഭത്തിൽ, ഈ നടന്നുകൊണ്ടിരിക്കുന്ന സങ്കീർണമായ സാഹചര്യം, ഈ സമാധാനത്തിലേക്ക് നീങ്ങാൻ, യുദ്ധം അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വൈവിധ്യമാർന്ന വളർച്ചയിൽ അതിമഹത്തായ പങ്കുവഹിച്ചിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ന് നമുക്കറിയാൻ കഴിയും. സാമ്രാജ്യത്വ ശക്തിയും സേണിസ്റ്റ് ശക്തിയും ഇറാനിനു നേരെ നടത്തിയ ആക്രമണം കടുത്ത വഞ്ചനയാണ്, കൊടിയ ചതിയാണ്. അത് അംഗീകരിക്കാത്തവരായി ആരുമില്ല. അവരുടെ കൂടെ നിൽക്കേണ്ടവർ വരെ, നാറ്റോ ശക്തികൾ വരെ നിരാകരിക്കുകയാണ്, വേണ്ടാതെ വലിച്ചിട്ടതാണ്. സന്ധി സംഭാഷണങ്ങൾ, അതുപോലെ സമവായങ്ങൾ രൂപപ്പെട്ടു വരുന്നതിനിടക്ക് കൊണ്ടുപോയിട്ട് നടത്തിയ ആ ബോംബാക്രമണം കുട്ടികളെ, കുഞ്ഞുമക്കളെ കൊന്നുകളഞ്ഞത് മാപ്പർഹിക്കാത്ത പാതകമാണ്, മാനവരാശിയോടുള്ള കൊടുംപാതകമാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ 2 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ ഇറാനിനെ തകർത്ത് തരിപ്പണമാക്കി, ഞങ്ങള് അതിന്റെ സ്വത്തൊക്കെ ഞങ്ങൾ കൈയെടുക്കും എന്ന ഒരു ആവേശത്തിലാണ് കടന്നു ചെന്നതെങ്കിൽ, സംഭവിക്കാൻ പോകുന്നത് ഈ നിലയിൽ തന്നെ പോവുകയാണെങ്കിൽ, സമാധാനം വേണമെങ്കിൽ അതെല്ലാവർക്കും സമാധാനം വേണം. ഇല്ല എങ്കിൽ ആർക്കും സമാധാനം വേണ്ട എന്നൊരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് ദുഃഖകരമാണ്. അക്രമികളുടെ അക്രമത്തിനെതിരിൽ, മർദ്ദിതന് വേണ്ടി, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒരു നാൾ പുലരുക തന്നെ ചെയ്യും. വലാ തഖ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅ്മലുൽ ളാലിമൂൻ. ഈ അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധയിലല്ല. അല്ലാഹുവിനതറിയാം. ലാ യഗുറന്നക തകല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. ഈ നിഷേധികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂത്താട്ടങ്ങൾ എന്താണ്? എപ്സ്റ്റീൻ ഫയലുകളിലൂടെ വെളിപ്പെട്ട് വന്നത്. ആരാണ് ജനങ്ങളെ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നായകന്മാർ? അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂത്താട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം തോന്നിവാസങ്ങളാണ്! മനുഷ്യ മനസ്സ് മരവിച്ചു പോകുന്ന, അറച്ചു പോകുന്ന തോന്നിവാസങ്ങൾ, പേക്കൂത്തുകൾ. ഇവരാണ് ലോകത്തിന്റെ നായകന്മാർ. അവരാണ് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ കടൽ കിഴവന്മാർ. അവരാണ് കൊച്ചു കൊച്ചു പെൺകുട്ടികളെ കൊണ്ടുവന്ന് മഹാത്തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 ലക്ഷത്തോളം വരുന്ന എപ്സ്റ്റീൻ ഫയലുകളിൽ ഒരു ഭാഗം ഒന്നാകെ നിലകൊള്ളുന്നത് അവർ നടത്തുന്ന ഗൂഢാലോചനകളാണ്. ആ ഗൂഢാലോചനകളിലെ വലിയൊരു ഭാഗം മുസ്ലിം സമൂഹത്തിൽ, ലോക മുസ്ലിം സമൂഹത്തെ എങ്ങനെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കാം, എങ്ങനെ അവരെ നിരീശ്വരവാദികളാക്കാം, അവരെ നാസ്തികരാക്കാം, അവരെ പണ്ഡിതന്മാരെ വഴിതെറ്റിച്ചു വിടാം. ഇതിനുവേണ്ടിയുള്ള ഗൂഢാലോചനകൾ, ഇത്തരം ഗൂഢാലോചനകൾ ഇന്ന് തുടങ്ങിയതല്ല. وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها وما يمكرون إلا بأنفسهم وما يشعرون. ഇപ്രകാരം നമ്മൾ രാജ്യങ്ങളുടെ പടച്ച തമ്പുരാൻ തകർക്കാൻ ഉദ്ദേശിക്കുന്ന നാഗരികതകളുടെ തലപ്പത്ത് അവിടുത്തെ കൊടും കുറ്റവാളികളെ കൊണ്ടുവരും. ആ കൊടും കുറ്റവാളികൾ അവർ പലതരത്തിലുള്ള ഗൂഢപദ്ധതികൾ ആവിഷ്കരിക്കും. ആ ഗൂഢപദ്ധതികളൊക്കെ അവർക്ക് നേരെ തന്നെ തിരിച്ചടിക്കും. പ്രിയമുള്ളവരെ, നാം കൈയുയർത്തുക റബ്ബിന്റെ മുന്നിൽ. പ്രാർത്ഥന മുഅ്മിനിന്റെ കരുത്തുറ്റ ആയുധമാണ്. ആ ആയുധത്തെ നാം പ്രയോജനപ്പെടുത്തുക. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മഹല്ലിന്റെ അതിലെല്ലാ ആളുകളും
ഒത്തുചേരുന്ന ഒരപൂർവ സംഗമമാണിത്. നമുക്കിത് പലപ്പോഴും കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് ലഭിക്കാറുള്ളത്. മഴയിലാകുമ്പോ അതൊരു പ്രാവശ്യമാണ് നമുക്കുണ്ടാകാറുള്ളത്. നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കണം. പടച്ച തമ്പുരാന്റെ അനുഗ്രഹത്താൽ നമ്മുടെയൊക്കെ കാരണവന്മാർ, നിങ്ങളുടെയൊക്കെ വല്ലിപ്പമാർ അവരധ്വാനിച്ച അവരുടെ കഠിനാധ്വാനത്തിന്റെ സൽഫലങ്ങളാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഭാഗത്തുള്ള, നമ്മുടെ വർഷഭാഗത്തുള്ള ആ കബറിടങ്ങളിൽ അവരന്ത്യവിശ്രമം കൊള്ളുകയാണ്. നിങ്ങളുടെ ഉപ്പമാരുണ്ടതിൽ, നിങ്ങളുടെ വല്ലിപ്പമാരുണ്ടതിൽ, നമ്മുടെ മാതാപിതാക്കളുണ്ടതിൽ, സഹോദരങ്ങളുണ്ട്. കാരുണ്യക്കടലായ നാഥ, അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഒരുപാട് മുഖങ്ങൾ എന്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ആ മുഖങ്ങൾ എല്ലാവരുടെയും പേര് പറയുക ഇവിടെ സാധ്യമല്ലാത്തതാണ്, ആവശ്യമില്ലാത്തതുമാണ്. നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അതുപോലെ അവർ നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ആ വഴിയാണ് നമ്മുടെ ഐഹികവും പാരത്രികവുമായ വിജയത്തിന്റെ വഴി. ഇതാ ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ നിന്നോ അൽജാമിയ അൽ ഇസ്ലാമിയായി മാറി ലോകത്തിന്റെ മുഖമൂലകളിൽ നിന്ന്, രാജ്യത്തിന്റെ മുഖമൂലകളിൽ നിന്ന് മക്കൾ ഇവിടെ പഠിക്കാനെത്തുകയാണ്. ഉയർന്ന ക്വാളിറ്റിയുള്ള നിലവാരമുള്ള മക്കൾ. പഴയകാലത്ത് ധാരാളം മക്കൾ ശാന്തപുരം മഹലിൽ നിന്ന് പഠിച്ചിരുന്നു. അവരാണ് ഇന്ന് നമുക്കിടെ മുന്നിലുള്ള മഹാപണ്ഡിതന്മാരായിട്ടുള്ളത്. അവരിൽ പലരും ഇന്ന് രോഗാവസ്ഥയിലാണ്. ബഹുമാന്യനായ പ്രിയപ്പെട്ട മമ്മുണ്ണി മൗലവി നമുക്കറിയാം, സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വലിയ സേവനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പല സ്ഥാപനങ്ങളിൽ, ഇസ്ലാമിയ കോളേജുകളിൽ, പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളിൽ പ്രിൻസിപ്പളായി വളരെ ദീർഘമായ കാലം സേവനം ചെയ്ത MT അബൂബക്കർ മൗലവിയെ പോലുള്ളവർ, ഒരുപാട് പണ്ഡിതന്മാർ, KK സുഹറ ടീച്ചറെ പോലുള്ള ആളുകൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാവി തലമുറയിലും നമുക്കതുണ്ടോ? ഹൈദരലി സാഹിബ്, അതുപോലെ തുടങ്ങിയ ഒട്ടേറെ ആളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഈ കാരണവന്മാരിൽ നിന്ന് ചെറിയ ഒരു സംഘമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി അവർക്ക് ദീർഘായുസ്സും പൂർണ്ണമായ ആരോഗ്യവും നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കൊണ്ടുവന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മഹലിൽ നിന്നും അടുത്ത അധ്യയന വർഷത്തിൽ നല്ല കഴിവുള്ള മക്കൾ നിങ്ങളുടെ വഖഫായി തന്നെ ഈ സ്ഥാപനത്തിൽ എത്തിച്ചേരണം. അവർ നാടിന് ആവശ്യമാണ്, സമൂഹത്തിന് ആവശ്യമാണ്, സമുദായത്തിന് ആവശ്യമാണ്. എല്ലാവരുമെന്ന് ഞാൻ പറയുന്നില്ല. കഴിവുള്ളവർ പല വഴികളിൽ നമുക്ക് വേണം. എല്ലാ വിജ്ഞാന ശാഖകളിലും നമ്മൾ പ്രഗത്ഭരായിരിക്കണം. നമ്മുടെ മഹലിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സവിശേഷമായ ശ്രദ്ധയറിയിക്കുന്ന ഒരു ഭാഗമാണത്. കഴിഞ്ഞ കമ്മിറ്റിയിലും മഹൽ ജനറൽ ബോഡി യോഗത്തിലുമൊക്കെ നമ്മൾ തീരുമാനമെടുത്ത കാര്യമാണത്. നമ്മളിൽ നിന്ന് ഉയർന്ന പൊസിഷനിലുള്ള ആളുകളുണ്ടാകണം. IAS IPS വരെ എത്തുന്ന ആളുകളുണ്ടാകണം. മഹല്ല് നേതൃത്വം ആ വഴിയിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, എല്ലാ വിജ്ഞാനങ്ങളിലും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു സമുദായത്തിനോ ഒരു സമൂഹത്തിനോ ആത്മാഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി നിലനിൽക്കാൻ എന്തെല്ലാം വിജ്ഞാനങ്ങൾ വേണോ ആ വിജ്ഞാനങ്ങളിലെല്ലാം നമ്മൾ അടയാളപ്പെടുത്തുക തന്നെ വേണം, നമ്മൾ ഉണ്ടായിരിക്കുക തന്നെ വേണം. അതിന് നാം മാതൃക കാണിക്കണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീഴ്ചകളെ നീ മാപ്പാക്കണേ തമ്പുരാനെ, പാപങ്ങളെ നീ പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പ്, ഞങ്ങൾ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങൾ, ഞങ്ങൾ നമസ്കരിച്ച ഞങ്ങളുടെ തറാവീഹ് നമസ്കാരങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ
ഞങ്ങളുടെ സദഖാത്തുകൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, റിയാഇന്റെ നിഫാഖിന്റെ അംശങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, ഞങ്ങളുടെ ആത്മമിത്രങ്ങൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ നേതാക്കന്മാർ പലരും നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. കാരുണ്യക്കടലായ നാഥ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളിലെ യുവാക്കൾ, അതാണ് ഒരു ജനതയുടെ ശക്തി, ഒരു ഉമ്മത്തിന്റെ കരുത്ത്, നമ്മുടെ മഹലിന്റെ ശക്തിയും. യുവജനവേദി, നിങ്ങളിലെ എല്ലാ യുവാക്കളും അതിൽ സഹകരിക്കണം. മഹലിന്റെ കാര്യങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഉണ്ടാകണം. ഈ വർഷം നമ്മുടെ ജനറൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്ന കാലമാണ്, സന്ദർഭമാണ്. അതിൽ ചെറുപ്പക്കാരുടെ സജീവമായ പങ്കാളിത്തം ഉണ്ടാകണം. അവർ കടന്നു വരണം, അതിൽ അവർ മുന്നോട്ട് വരണം, കാര്യങ്ങൾ അവർ ഏറ്റെടുക്കണം. അതുപോലെ നാടിന്റെ ദീനിയായ വളർച്ചയിൽ, സാംസ്കാരികമായ വളർച്ചയിൽ, അതിന്റെ സാംസ്കാരികമായ മുന്നേറ്റത്തിൽ, ഭൗതികമായ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കാൻ തീർച്ചയായും നമ്മുടെ മഹല്ലിലെ ചെറുപ്പക്കാർക്ക് സാധ്യമായി തീരും. അവർ കടന്നു വരണം. നമ്മുടെ സഹോദരിമാർ, വനിതാ വിഭാഗം, അവർ അൽഹംദുലില്ലാഹ് അവർ റാഹത്താണ്. മഹല്ലിൽ അവര് സജീവമായ സാന്നിധ്യം അവരുടേതായിട്ടുണ്ട്. കൂടുതൽ കരുത്തോടുകൂടി അവർ കടന്നു ചെല്ലണം. നമ്മുടെ വീടുകളുടെ ഇസ്ലാമികവൽക്കരണം, അതിന്റെ സാംസ്കാരികമായ വളർച്ച ഉണ്ടാകണം. നമ്മുടെയൊക്കെ വീടുകൾ അതിന് മാതൃകയാകണം. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിക മൂല്യങ്ങൾ വിട്ടുകളിച്ചുകൊണ്ടാവരുത്. നമ്മുടെ വിവാഹങ്ങളാകട്ടെ, സൽക്കാരങ്ങളാകട്ടെ, വീടുവെക്കലുകളാകട്ടെ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം പരിപാടികളുണ്ടോ, വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ മഹിതമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിന് നമുക്ക് സാധ്യമാകുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായത്തിന് നമ്മൾ അർഹരായി തീരുക. നമ്മൾ പ്രാർത്ഥിക്കുക, നമുക്ക് ഏറ്റവും മാതൃകായോഗ്യമായിട്ടുള്ള ഒരു മഹല്ലായി തീരാൻ, ഐക്യമുള്ള ഒരു മഹല്ലായി തീരാൻ, പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരു മഹല്ലായി തീരാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മഹല്ലായി തീരാൻ. ആ വഴിയിലാണ് നമ്മൾ നീങ്ങുന്നത്. അത് കൂടുതൽ കരുത്തുറ്റതാക്കി തീർക്കാൻ അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പഠിച്ചവനെ, ഞങ്ങൾ മഴ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലായിടത്തും വരൾച്ചയുണ്ട്, കഠിനമായ ചൂടുണ്ട്. നാഥ, നീയല്ലാതെ മറ്റാരും അത് ഞങ്ങൾക്ക് നൽകാനില്ല. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹമായിട്ടുള്ള, നിന്റെ കാരുണ്യമായിട്ടുള്ള മഴ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കടുത്ത വരൾച്ചയിൽ പെടുത്തി ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുതേ തമ്പുരാനെ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ ചൊരിയണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തെമ്പാടും നിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, ആ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നവർ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരന്മാർ, അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അവർ നിന്റെ മാർഗത്തിൽ ഏറ്റവും ആവേശകരമായിട്ടുള്ള, മാതൃകായോഗ്യമായിട്ടുള്ള നിലപാടുകളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള നിലപാട് അവരുടെ കാര്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നതോടൊപ്പം പടച്ചവനോട്, നിന്നോട് ഞങ്ങൾ കേഴുകയാണ്. നാഥ, അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. ലോകത്തെമ്പാടുമുള്ള മധുരൂമിയങ്ങൾ, നീതി നിഷേധിക്കപ്പെട്ടവർ, അന്യായമായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഇറാനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അവരെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. സാമ്രാജ്യത്വത്തിന്റെ, സൈനിസത്തിന്റെ കുടിലമായ തന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ഇസ്ലാമിന് നീ ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. ഉമ്മത്ത് മുസ്ലിമയെ റബ്ബേ നീ സത്യത്തിന്റെ പാതയിൽ ഏകീകരിക്കണേ തമ്പുരാനെ. അവരുടെ മനസ്സുകളെ നീ ഇണക്കണേ തമ്പുരാനെ. നിന്റെ ദീനിന്റെ മാർഗത്തിൽ നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ. ലോക മുസ്ലിമീങ്ങൾ അങ്ങനെ ഒരു അസ്തിത്വത്തിലാണെന്ന് ഇരുന്നതോ എങ്കിൽ ലോകത്തിന്നോ എന്ന പടച്ചതമ്പുരാന്റെ വാചകം സത്യമായിട്ട് പുലരുമായിരുന്നു. ഇന്ന് പരസ്പരം നമ്മെ പോരടിപ്പിക്കാനാണ് സയനിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, സാമ്രാജ്യത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കെണിയിൽ വീഴാതിരിക്കാൻ
ഉമ്മത്ത് മുസ്ലിമക്ക് കഴിയണം. റബ്ബേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കഅന്നഹും ബുൻയാനും മർസൂസ്, നിന്റെ മാർഗത്തിലെ ഒരു പോരാളികളായിട്ടോ ഭദ്രമായ കെട്ടുറപ്പുള്ള ഒരു ഭവനം പോലെ മുന്നോട്ട് പോകാൻ ഈ ഉമ്മത്തിനെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട്. മക്കൾ നേരായ വഴിക്കല്ലാത്തത് കൊണ്ടോ, മാതാപിതാക്കളുടെ അസുഖങ്ങൾ കാരണം, മറ്റു പല കാരണങ്ങളാൽ, കടബാധ്യതകളാൽ, ദാരിദ്ര്യം കാരണം അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ച് നന്നായി അറിയുന്ന നാഥ, ആ പ്രയാസങ്ങളെ നീ ലഘൂകരിക്കണേ തമ്പുരാനെ. ഏത് പ്രയാസഘട്ടങ്ങളിലും സ്വബർ നൽകി അതിന്റെ പ്രതിഫലം നേടിയെടുക്കുന്ന നിന്റെ നല്ലവരായ ദാസന്മാരിൽ, ദാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اهدنا للكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا في فلسطين. اللهم انصر المظلومين في كل البلاد. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا أيد أيدينا لإقامة الدين. اللهم ربنا أجرنا من النار. اللهم اجمعنا في جناتك النعيم. اللهم اجمعنا في جنات الفردوس. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.